തൃശ്ശൂർക്കാർക്ക് ഇപ്പൊ പൂക്കാലമാണ് എന്നാണ് പറയുന്നത്. ഊട്ടിയിൽ കണ്ടും കേട്ടുപറഞ്ഞ പുഷ്പോത്സവത്തിനൊപ്പം കിടപിടിക്കുന്ന പുഷ്പോത്സവമാണ് തൃശ്ശൂർ ഗഡികൾ ശക്തൻ ഗ്രൗണ്ടിൽ ഒരുക്കിയിരിക്കുന്നത്. വിദേശത്തു നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പൂച്ചെടികളും ഫലവൃക്ഷങ്ങളും മേളയുടെ മാറ്റുകൂട്ടുന്നുണ്ട്. മകരമഞ്ഞും തഴുകിയെത്തുന്ന ജനുവരിക്കാറ്റും തൃശ്ശൂരിന്റെ പൂക്കാലത്തിന് പറഞ്ഞറിയിക്കാനാകാത്ത ചന്തമാണ്. എത്ര കണ്ടാലും മതിവരാത്ത പൂക്കൾ, പലതരം, പല നിറം. കണ്ണിലൊതുങ്ങാവുന്നതോ എണ്ണിത്തീർക്കാവുന്നതോ അല്ല മേളയിലെ പൂക്കൾ. മലയാളി വീട്ടുമുറ്റത്തെ ചെത്തിയും റോസും താമരയും തുടങ്ങി ഊരും പേരുമറിയാത്ത എത്രയോ പൂക്കൾ. അക്ഷരാർത്ഥത്തിൽ ഒരു പൂക്കാലം. നമ്മൾ വിവിധ ഇനം 380 പരം അത്യാകർഷണമായ പൂച്ചെടികൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വിദേശത്തു നിന്നും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും നേരിട്ട് പോയി സെലക്ട് ചെയ്തിട്ടുള്ള പൂച്ചെടികളാണ് ഇത്തവണ തൃശ്ശൂർക്കാർക്ക് കാണുന്നതിന് വേണ്ടി ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുള്ളത്. പൂക്കൾ കൊണ്ടുള്ള മയിൽ, ജിറാഫ്, കോഴിയമ്മയും കുഞ്ഞുങ്ങളും അങ്ങനെ നീളുന്നു കാണികളുടെ മനം നിറയ്ക്കുന്ന കാഴ്ചകൾ. ഇതിൽ പ്രത്യേകിച്ച് കാക്ടസിൻ്റെ ഒരു നല്ല കളക്ഷൻ നമുക്കിവിടെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മെഡിസിനൽ പ്ലാന്റുകൾ ഒരു 300 വെറൈറ്റി മെഡിസിനൽ പ്ലാന്റുകൾ ഇവിടെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ IS കോളേജിൻ്റെ റോബോട്ടിക് ഷോ ഇത്തവണത്തെ ഒരു നല്ലൊരു സംഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. ജനങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പുഷ്പോത്സവത്തോടനുബന്ധിച്ച് വിവിധതരം സ്റ്റോളുകളും സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട്. ഈ മാസം 22-ന് പുഷ്പോത്സവം സമാപിക്കും. 24 തൃശ്ശൂർ.